ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും എജ്യൂപോർട്ടിൻ്റെ ഏറ്റവും പുതിയ കെമിസ്ട്രിയുടെ ഒരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് 9ാം ക്ലാസ് കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററിലുള്ള ഒരു ഭാഗത്തെക്കുറിച്ചാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2വിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയതും എന്നാൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആ ടോപ്പിക്കിൻ്റെ പേരാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി. അല്ലേ, നമുക്കറിയാം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരത. അല്ലേ, എല്ലാ ആറ്റങ്ങളും ഇനിയിപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ പോലും സ്റ്റേബിൾ ആവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അല്ലേ, അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സ്റ്റെബിലിറ്റിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 2, 8, 1 ഇതെന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതുപോലെ വേറെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 2, 8, 7. ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സ്റ്റെബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷനിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കാം. ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ. ശ്രദ്ധിക്കണേ, ഈ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ് ഈ കാണുന്ന എലമെൻറ്റ്സ്. അതായത് 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. എന്താണ്? 18ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ശ്രദ്ധിക്കുക. അപ്പോൾ അതാരൊക്കെയാണ്? നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ എന്നിങ്ങനെ താഴേക്ക് കുറേ പേരുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 പേരെ എക്സാമ്പിൾ ആക്കി എടുത്തിട്ട് എന്തെങ്കിലും പ്രത്യേകത അവർക്കുണ്ടോ നോക്കാം അല്ലേ. അപ്പോൾ പ്രത്യേകത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്നൊരു നിഗമനത്തിൽ എത്തിച്ചേരാം അല്ലേ, ഒരു കൺക്ലൂഷൻ എത്തിച്ചേരാം. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കാം. ഇതാണ് നമ്മുടെ നിയോണിൻ്റെ ഒരു ബോർ ആറ്റം മോഡൽ. ക്ലിയർ അല്ലേ? ആർഗണിൻ്റെ ബോർ ആറ്റം മോഡൽ. അടുത്ത എലമെൻറ്റിൻ്റെയും ബോർ ആറ്റം മോഡൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ശ്രദ്ധിക്കുക. ഇതിൽ അവസാനത്തെ ഷെല്ല് അല്ലേ, ഔട്ടർ മോസ്റ്റ് ഷെല്ല് മാത്രം മക്കളും ശ്രദ്ധിക്കുക. ക്ലിയർ അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. ക്ലിയർ അല്ലേ? 8 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇവിടെയോ ആർഗണിൻ്റെ കേസിലാണെങ്കിലോ 1, 2, 3, 4, 5, 6, 7, 8. ക്ലിയർ അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8. 8 ഇലക്ട്രോൺസ് ആണ്. അതുതന്നെയല്ലേ ഇവിടെയും അവസ്ഥ? 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ ഇവിടെയും അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. ഇവിടെയും അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. ഇവിടെയും അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 8 തന്നെയാണ് അല്ലേ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ എത്തിച്ചേർന്ന ഒരു കൺക്ലൂഷൻ. ആരുടെ? 18th ഗ്രൂപ്പ് എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് നമ്മൾ എത്തിച്ചേർന്ന ഒരു നിഗമനം എന്താണ്? എല്ലാവരുടെയും അവസാനത്തെ ഷെല്ലെന്ന് പറഞ്ഞാൽ അതിൽ 8 ഇലക്ട്രോൺസ് ഫിൽഡായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ശ്രദ്ധിക്കുക. ഇവരെ നമ്മൾ പറയും നോബിൾ ഗ്യാസ്. എന്താ പറയുക? നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയും. ആരെ? 18th ഗ്രൂപ്പ് എലമെൻസിൻ്റെ. മാത്രമല്ല ഇവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തവരാണ്. അതായത് ഇവർക്ക് സ്ഥിരത ഓൾറെഡി ഉള്ളവരാണ്. ക്ലിയർ ആണോ? ഈ 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആരെ പോയി നോക്കിയാലും അവരാരും എന്ത് ചെയ്യുന്നില്ല? ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ആരും തന്നെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. എന്താ അതിന് കാരണം? അവർ ഓൾറെഡി സ്റ്റേബിൾ ആണ്, സ്റ്റെബിലിറ്റി കൈവരിച്ചവരാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സ്റ്റെബിലിറ്റി ഉള്ളവരാണ്. നോക്കുക. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട്. അവസാനത്തെ ഷെല്ലിൽ എല്ലാവർക്കും എന്തുണ്ട്? 8 ഇലക്ട്രോൺസ് പ്രസൻ്റ് ആണ് അല്ലേ. ഏതൊരു 18ാമത്തെ ഗ്രൂപ്പ് നോക്കിയാലും അവരുടെയൊക്കെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ല് പറഞ്ഞാൽ എന്താണ്? ബാഹ്യധാമ ഷെല്ല് അല്ലേ. ഔട്ടർ മോസ്റ്റ് ഷെല്ല് പറഞ്ഞാൽ ഏറ്റവും അവസാനത്ത് കാണപ്പെടുന്ന ഷെല്ല്. അതിൽ 8 ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റിന് നമ്മൾ എന്ത് പറയും? ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒക്ടറ്റ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇത്തരത്തിൽ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ, അതായത് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആണ് എന്ന് നമ്മൾ പറയും. എന്താണ്? സ്റ്റേബിൾ ആണ്. എന്താണ്? സ്റ്റേബിൾ ആണ്. അപ്പോൾ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടി ആറ്റങ്ങൾ എന്താണ് ചെയ്യുക? ഒന്നുമില്ല. അവസാനത്തെ ഷെല്ലിൽ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടി ഉള്ള പണികൾ എടുക്കും. അതായത് ഒന്നുകിൽ ഇലക്ട്രോൺസിനെ വാങ്ങും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. നമുക്കറിയാം അല്ലേ, അയോണിക് ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ അതുപോലെ ഇവരുടെ അവസാനത്തെ പണി എന്താണ്? 8 ഇലക്ട്രോൺ ആക്കണം. എവിടെ? അവസാനത്തെ
ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അഥവാ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുത്തുക എന്നതാണ് ഇവർക്ക് സ്റ്റേബിൾ ആവാൻ വേണ്ടിയുള്ള ഒരു കാര്യം. സ്റ്റേബിൾ ആവാൻ അവർ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കോ, ഇതാണ് മഗ്നീഷ്യം. കണ്ടില്ലേ, ഈ മഗ്നീഷ്യത്തിന് ഈ പുറത്ത് ഇങ്ങനെ ഓടുന്ന ഒരു ഇലക്ട്രോൺ എന്താണ്, 2 ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. ഇതാണ്ടോ, ഒരു ഇലക്ട്രോൺ ഇതാ, അടുത്ത ഇലക്ട്രോൺ ഇതാ. ഇവരെന്താണ്, എക്സ്ട്രാ 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ മഗ്നീഷ്യം എന്ത് ചെയ്യും, ആ 2 ഡൊണേറ്റ് ചെയ്യും, ആർക്കാച്ചാൽ കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഉള്ള ഈ ഷെല്ലിൽ എന്താണ് 8 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് മഗ്നീഷ്യത്തിൻ്റെ അവസാന ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലിൽ എന്താവും, 8 ഇലക്ട്രോൺ ആയി. അപ്പോൾ മഗ്നീഷ്യം എന്തായി സ്റ്റേബിളായി. വെരി ഗുഡ്. അതുപോലെ ക്ലോറിൻ്റെ അവസ്ഥ എന്താണ്, അതിൻ്റെ അവസാനത്തെ ഷെല്ലിലാകെ 7 ഇലക്ട്രോൺ ആണുള്ളത്. ക്ലോറിൻ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും, ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ക്ലോറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 7 + 1 8 ഇലക്ട്രോൺ ആകും. മനസ്സിലായോ? ഇതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആറ്റംസ് രാസപ്രവർത്തനങ്ങളിൽ കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്നത്. സിമ്പിളാണ്, ഒന്നുമില്ല. അവസാനത്തെ ഷെല്ലിൽ എങ്ങനെയെങ്കിലും 8 ഇലക്ട്രോൺ ആക്കണം. അതിനുവേണ്ടി ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാനും ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാനും വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഇവർ റെഡിയാവും. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ശരി, അപ്പോൾ ഇനി നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫുള്ളി ഫിൽഡായ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റേബിളായ ആറ്റമാണ്. അവസാനത്തെ ഷെല്ല് 8 ഇലക്ട്രോൺസ് ആയാൽ അതെന്തായി, ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്ത ആറ്റമായി. പിന്നെ അവർ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറഞ്ഞത്, എല്ലാ ആറ്റങ്ങളും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് എന്നുള്ള ഈ ഒരു അവസ്ഥ, ഈ ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഓൾറെഡി 8 ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്ത ആറ്റംസ് പിന്നെ എന്തിനാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? അപ്പോൾ പിന്നെ അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമോ? ഇല്ല. അതാണ് നമ്മൾ പറഞ്ഞത് 18th ഗ്രൂപ്പ് എലമെൻസിലെ നേരത്തെ കാണിച്ചില്ലേ, 18th ഗ്രൂപ്പ് എലമെൻസിനെ കാണിച്ചില്ലേ. ഇവരെന്ത് ചെയ്യില്ല, ഇവരാരും തന്നെ റിയാക്ഷനിൽ ഒന്നിലും പങ്കെടുക്കില്ല. അവർക്ക് ഓൾറെഡി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയി നിൽക്കുകയാണ്. ഇനി ശ്രദ്ധിക്കുക, ചില ആൾക്കാരുണ്ട് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്താണ്, പാർഷ്യലി ഫിൽഡ് ആണ്. എന്താണ് പാർഷ്യലി ഫിൽഡ്? അതായത് ചിലപ്പോൾ 7 ആവും, ചിലപ്പോൾ 6 ആവും. അങ്ങനെയൊക്കെ പാർഷ്യലി ഫിൽഡായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ അൺസ്റ്റേബിളായ ആറ്റമാവും. 7, 6, 2, 1 അങ്ങനെ ഏത് സംഖ്യയും വരാം. പാർഷ്യലി ഫിൽഡ് 8 അല്ലാത്ത ഏതൊരു സംഖ്യ വന്നാലും ആ ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ല് ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്താണ്, പാർഷ്യലി ഫിൽഡാണ്. ഇത്തരത്തിൽ പാർഷ്യലി ഫിൽഡായ ഒരു ആറ്റം എന്താണ്, എപ്പോഴും റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്തിനാണ്, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ എങ്ങനെയെങ്കിലും ആവാൻ വേണ്ടിയാണ്. അങ്ങനെ 8 ഇലക്ട്രോൺ എങ്ങനെയെങ്കിലും ആയാൽ എന്താണ് കാര്യം, അവർ സ്റ്റേബിൾ ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ശ്രദ്ധിക്കുക, തമ്മിലുള്ള ബന്ധം എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നാൽ എന്താണ്, അവർ സ്റ്റേബിളാണ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, ഒരൊറ്റ എക്സാമ്പിൾ കാണിക്കാം, അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ശ്രദ്ധിക്കുക, 2, 8, 8 ഇതൊരു സ്റ്റേബിളായ സ്ഥിരത കൈവരിച്ച ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് തന്നാൽ അതിൻ്റെ അവസാനത്തെ ഷെല്ലിൽ അവസാനത്തെ നമ്പർ 8 ആണെങ്കിൽ എന്താണ്, അവർ സ്റ്റേബിൾ ആണ് എന്നും, അഥവാ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല എങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവർ അൺസ്റ്റേബിൾ ആണ് എന്നും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ യു ക്യാൻ ഡു ഇറ്റ്. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ, നമ്മളതിനെ സമീപിക്കുന്ന രീതി വളരെ സിസ്റ്റമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഏതൊരു കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.